ഹലോ. ദേ ഞാൻ എന്റെ താലിയിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല ഇവളെന്താ ഒരു ബോധമില്ലാത്ത വർത്താനം പറയുന്നത്. അതെ, എല്ലാരും ഒരു ബോധമില്ലാത്ത വർത്താനം പറയുന്നത്. അപ്പൊ ഞാനൊരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കാരണം എനിക്ക് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ തീരുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ പറയാം. എന്നെ ഇഷ്ടപ്പെടുന്നയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾക്കറിയാം എന്റെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ്. ഒരു 500-550 സബ്സ്ക്രൈബേഴ്സും ഒരു 20-22 വീഡിയോസും മാത്രമേ എന്റെ ചാനലിലുള്ളൂ. എന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫുഡ് കഴിക്കുന്ന വീഡിയോ, ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ, അങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇടുന്നുള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇടുന്നു. അത് എന്റെ തന്നെ. അതെങ്ങനെയുണ്ട്? പിന്നെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്റെ നാട്ടുകാർ തെണ്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ നാട്ടുകാരെല്ലാരും അല്ല ഞാൻ പറയാൻ കേട്ടോ. എന്റെ നാട്ടുകാരെല്ലാം അടിപൊളിയാണ്. എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് അറിയാം. ഞാൻ എല്ലാ ഇപ്പൊ എന്റെ നാട്ടുകാരെ പറ്റി പറയാനുണ്ട്. കാരണം ഞാൻ കോഴിക്കോടാ. എന്റെ നാടിനെ പറ്റി പേരൊന്നും ഞാൻ പറയുന്നില്ല. നിൽക്കുന്ന നാണക്കേടായിരിക്കുന്നു ഇപ്പൊ. എന്താ പറയാ, ഞാൻ കോഴിക്കോടുള്ള ഒരു ഗ്രാമത്തിലാണ്. അത് മതി. എന്റെ നാട്ടിലെല്ലാരും അത്യാവശ്യം എല്ലാവരും ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാരാ. നല്ലൊരു നാടാണ്. ഒരിക്കലും ഞാനും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഉണ്ടാവുമല്ലോ ഒരു നെഗറ്റീവ് വശങ്ങൾ. എന്റെ നാട്ടിലുണ്ട് കുറച്ച് പൊട്ടക്കിണറ്റിൽ വളരുന്ന തവളകളെ പോലത്തെ കുറച്ച് ആൾക്കാർ. അവരാണ് എന്റെ നാടിനെ ചീത്തയാക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം. എനിക്ക് പിന്നെ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാ വീഡിയോയിലൂടെ റിയാക്ട് ചെയ്യുന്നത്. ഞാനിപ്പം എന്റെ നാടിന് കുറച്ച് ദൂരമാണ്. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്താ അവരോട് പോയി പറയാനുള്ള പറ്റൂല. ആ വൃത്തിയായിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ എന്റെ പൈസയും മുടക്കിയിട്ട് നാട്ടിലേക്ക് പോകുന്നത്? അതിന്റെ ആവശ്യം എനിക്കില്ല. പിന്നെ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എന്താ പറയാ, എനിക്ക് അമ്മയും അച്ഛനൊന്നും ഇല്ല. ഞാനും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് ദിവസമായല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പൊ പറയാ അവര് പറയാ എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ മേമേനോട് പോയി പറയാ നീ വീഡിയോ കോൾ വിളിച്ചോളെ താലി കാണാൻ പറ്റും. ഞാനേതോ അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു. അങ്ങനെ ഞാൻ എന്റെ മാന്യന്മാരായ നാട്ടുകാരോട് പറയണം. ഐ മീൻ ആ കൈൻഡ് ഓഫ് ആൾക്കാരോട് മാത്രം കേട്ടോ. ബാക്കി എല്ലാ നാട്ടുകാരും സൂപ്പറാ, നല്ല സപ്പോർട്ട്. പിന്നെ എന്താണ് പറയാൻ വന്നത്? അവരോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. കല്യാണം എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തില് ലൈഫിൽ ഒരു പ്രാവശ്യം നടക്കും. എന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രാവശ്യം നടക്കുള്ളൂ. അത് എല്ലാരും വിളിച്ച് സന്തോഷത്തോടെ കഴിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. പിന്നെ ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടില് ചിലപ്പം ഭാര്യയോ മകളോ മകനോ ഇപ്പോ അതുപോലെ ഒളിച്ചോടി കല്യാണം കഴിക്കലും കാണാണ്ട് കല്യാണം കഴിക്കലുണ്ടാവും, സ്വാഭാവികം. അതുപോലെ നിങ്ങളെ ജീവിതത്തിൽ അങ്ങനെ നടന്നു എന്ന് വെച്ചിട്ട് എന്റെ ലൈഫിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമായിട്ട് നിങ്ങൾ പോയി കേട്ട്, അല്ലാണ്ട് എന്റെ ലൈഫ് എടുത്തുകൊണ്ട് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അമ്മയും അച്ഛനും ഇല്ല. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം വരില്ല. എന്റെ അച്ഛൻ നോക്കിക്കോളൂ. ഇപ്പൊ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. പിന്നെന്താണ് പറയാനുള്ളത്? എന്റെ അനിയൻ നാട്ടിലാണ്. അവനെ ഇനി ആരെങ്കിലും സങ്കടപ്പെടുത്തിയാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പറയാം. ഇപ്പൊ ഞാൻ ആൾക്കാരുടെ പേരോ ഒന്നും പറയുന്നില്ല വീഡിയോയിൽ. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം അവരങ്ങനെ പബ്ലിസിറ്റി ആവേണ്ട. ഇനിയും ഈ കാര്യവും പറഞ്ഞിട്ട് എന്റെ അനിയനെ സങ്കടപ്പെടുത്തുന്നതാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ പേര് വെച്ച് ഫോട്ടോ വെച്ച് റിയാക്ട് ചെയ്യാൻ എനിക്ക് അറിയാം. അതിനുള്ള തന്റേടം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു നട്ടലുണ്ട്, പ്രതികരിക്കാനുള്ള കഴിവും എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയണമെന്ന് വെച്ചാല് എന്താണ്, എന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണം തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ജോലിയുണ്ട്, ഒരു കല്യാണം നടത്താൻ പറ്റും എന്ന വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ എന്റെ കല്യാണത്തിന് ചോറ് കഴിക്കാൻ ഈ തെണ്ടികളെ ഞാൻ വിളിക്കുകയില്ല. അങ്ങനെ എന്റെ ചെലവിൽ അവരങ്ങനെ എന്റെ ഫുഡ് കഴിക്കണ്ട. രണ്ടാമത്തെ കാര്യം ഈ മാല. ഇവര് പറഞ്ഞ ക്രോസ്ലി വരാം. ഇവര് പറയുന്ന ഈ തെണ്ടികൾ പറയുന്നത് ഇതാണ് എന്റെ താലിന്ന്. ഇത് ഇതാണ് താലി എന്ന് പറയുന്നത്. നോക്കൂ 916 ഉണ്ട് കേട്ടോ. നമ്മൾ സോം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് എന്റെ താലി എന്നാണ് പറയുന്നത്. എന്റെ മേമേനോട് പറഞ്ഞാലും നീ വീഡിയോ കോൾ വിളിക്കുക, അപ്പൊ നിനക്ക് കാണാൻ പറ്റും. കുടുംബശ്രീ ചേച്ചികളാണ് പറഞ്ഞത്. അല്ല, കുടുംബശ്രീ ചേച്ചികളും ഉണ്ട്. എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സ് അടക്കം പറഞ്ഞു. അവർക്കെങ്കിലും കുറച്ച് വിദ്യാഭ്യാസ ബോധം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതും ഇല്ല. പോട്ടെ, എല്ലാരും അല്ല കേട്ടോ. ചേട്ടന്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാം പറഞ്ഞാൽ ദാറ്റ്സ് കൈൻഡ് ഓഫ് പീപ്പിൾസ്. ഓക്കെ. അപ്പൊ ഈ മാലേനെ പറ്റി പറയാം. അത് ഞാൻ പറഞ്ഞല്ലോ, പൊട്ടക്കിണറ്റിലെ തവളകള് ആ പൊട്ടക്കിണറ്റിൽ ജനിക്കുന്നു, അവിടെ വളരുന്നു, അവിടെ മരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞാൽ താലിയിലൂടെ മാത്രം ഈ വലിയ മാലയെല്ലാം ഇടാൻ പറ്റൂ എന്നുള്ളത് നിങ്ങളെ കാഴ്ചപ്പാട്. എനിക്കൊരു ജോലി ഉണ്ടോ, ഞാൻ എന്റെ ജോലി ആക്കി ഞാൻ ജോലിയിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ടെടുത്ത മാലയായിട്ട്. ഓക്കെ, ഞാൻ ആദ്യം വലിച്ചു നീട്ടുന്നില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും താല്പര്യമില്ല. ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിലും കുഴപ്പമില്ല. എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് നിങ്ങളെ ഉപദ്രവിച്ചാലും നെവർ മൈൻഡ്. ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല. നാട്ടിൽ വരുമ്പോ എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, ബൈ. കൊള്ളൂല.